പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സാപ്പിൽ നിന്ന് വന്ന ഒരു വലിയ ബോക്സ് ആണ് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപാട് ആൾക്കാർ ഇതിനു മുമ്പ് നമ്മൾ അൺബോക്സ് ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു പ്രൊഡക്റ്റ് വരുമ്പം തന്നെ അത് പൊട്ടിക്കുന്നതുകൊണ്ട് കാണിക്കണം, അല്ല പ്രൊഡക്റ്റ് എടുത്തിട്ട് അൺബോക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വലിയൊരു ബോക്സാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതെന്താണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അറിയില്ല. ഇവിടെ ഫ്രണ്ടിൽ തന്നെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്ത് അവർ അയച്ചു തന്നതാണ്. സാധാരണ വരുമ്പോൾ നമുക്ക് സ്പീക്കറുകളോ അല്ലെങ്കിൽ മൊബൈലുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ് വരാറ്. പക്ഷേ ഇത്രയും വലിയൊരു സാധനമായതുകൊണ്ട് തന്നെ സ്പീക്കർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതിനുള്ള എന്താണ് വന്നിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്തപ്പം ഒരുപാട് പേപ്പറുകൾ ഇങ്ങനെ കാണാൻ സാധിക്കും. അതായത് എയർ ബാഗുകൾ പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എയർ ബാഗുകളുണ്ട്. അതിനുള്ളിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ എയർ ബാഗുകളെല്ലാം ആദ്യം ഒന്ന് മാറ്റിയാണ്. ഒരു ലോഡ് എയർ ബാഗുകളുണ്ട്. അവരുടെ പാക്കിങ്ങിൻ്റെ ക്വാളിറ്റിയാണ്, അതായത് നമ്മുടെ സാധനത്തിന് ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് വന്നിരിക്കുന്നത് സാപ്പിൻ്റെ ഒരു എയർ പ്യൂരിഫയർ ആണ്. ഇതാണ് നമ്മുടെ ബോക്സ്. വളരെ മികച്ചൊരു പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ ഒരു സാധനത്തിന് അൺബോക്സ് ചെയ്തതിനുള്ള എന്താണ് ഉള്ളതെന്ന് വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളെല്ലാ ബോക്സും അഴിച്ചു മാറ്റി നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ബോക്സ് എടുത്തിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇതിൻ്റെ ഒരു പടം കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതൊരു 3-in-1 എയർ ഫിൽറ്ററാണ്. അതായത് ഇതിൽ നമുക്ക് ഹെപ്പ ഫിൽറ്റർ ഉണ്ട്, അതുപോലെ തന്നെ PCO ഫിൽറ്റർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് UVയുടെ ഫിൽറ്റർ ഉണ്ട്. അപ്പം ഈ ഒരു എയർ പ്യൂരിഫയർ നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല എയർ ശ്വസിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മെയിൻ സ്പെക്ക് കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലായിടത്തും വയ്ക്കാൻ പറ്റുന്ന ഒരു കോമ്പാക്റ്റായ സൈസിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ അടുക്കളയിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കളയിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ലെല്ലാം ഈ ഒരു പ്രൊഡക്റ്റ് വലിച്ചെടുത്തിട്ട് നല്ല സ്മെല്ല് തരും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പെറ്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലും എല്ലാം ഇത് വലിച്ചെടുത്തോളും. അതുപോലെ തന്നെ അലർജിക്ക് ആയതും അതുപോലെ തന്നെ ജെയിംസ് ആയ കാര്യങ്ങളുടെ എല്ലാം അങ്ങനെയുള്ള എന്തെങ്കിലും മോശമായ സ്മെല്ലോ അല്ലെങ്കിൽ അലർജി ഉള്ള സംഭവങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിനൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് വലിച്ചെടുത്ത് നല്ല എയറാണ് തരുന്നത്. ഇതെല്ലാം ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സാപ്പിൻ്റെ ഒരു ലോഗോയും നമുക്ക് ഫ്രണ്ടിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ നോക്കുവാണെങ്കിൽ ഇതെന്താണ് ഇതിലെ ടെക്നോളജി, അതായത് UV ടെക്നോളജി എന്താണെന്നൊക്കെ ഇവിടെ ഇവർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലോട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ 3 സ്റ്റേജ് ഫിൽട്രേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഹെപ്പ ഫിൽറ്റർ എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് 3 സ്റ്റേജ് എയർ ഫ്ലോ ആണ് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ വളരെ ശബ്ദം കുറഞ്ഞ ഒരു വർക്കിംഗ് ആയിരിക്കും ഇതിൻ്റെ. അപ്പം ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 11 ഇഞ്ച് മാത്രമാണുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സ്പെസിഫിക്കേഷൻ ഈ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം കളയുന്നില്ല. നമ്മൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വില ഇവർ കൊടുത്തിരിക്കുന്നത് നമുക്ക് ബോക്സിൽ വരുന്ന 9,000 രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വില വരുന്നത്. പക്ഷേ ഇത്രയും വിലയൊന്നും ഈ ഒരു പ്രൊഡക്റ്റിന് ഇല്ല. ഓൺലൈനിൽ ഇതിനും വിലക്കുറച്ച് നിങ്ങൾക്ക് വാങ്ങുന്നതിനുള്ള ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് അതിൻ്റെ കറക്റ്റ് വില എത്രയാണെന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഒരു ഓഫർ വന്നപ്പോൾ 5,000 രൂപ താഴെ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുമായിരുന്നു. ഇപ്പം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വില എത്രയാണെന്ന് അറിയാനുള്ള ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് കയറി ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഞാനിവിടെ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമേ കിട്ടുന്നത് സാപ്പിൻ്റെ എന്നും കിട്ടാറുള്ള യൂസർ മാനുവലും അതുപോലെ തന്നെ അവരുടെ വാറണ്ടി കാർഡും അതുപോലെ തന്നെ 4 സ്റ്റിക്കറുകളുണ്ട്. അതായത് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സ്റ്റാൻഡ് ചെയ്ത് നിർത്തുന്നുള്ള സ്റ്റിക്കറുകളാണ്. പിന്നെ എല്ലാം സാപ്പ് പ്രൊഡക്റ്റിലുള്ള കാറ്റലോഗും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നീട് നമുക്ക് ഈ ഒരു ബോക്സിലും വളരെ സേഫായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഓക്കെ, വേറെ ഒന്നും ഈ ഒരു ബോക്സിലില്ല. നമുക്കിത് മാത്രമാണ് ഈ ഒരു ബോക്സിലുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് എല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ സാപ്പിൻ്റെ എയർ പ്യൂരിഫയർ. നമുക്ക് കൂടുകളെല്ലാം മാറ്റി. അതെല്ലാം മാറ്റി ഇട്ടു. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക്
ഇത് ഓൺ ചെയ്യുന്നതിനുള്ളൊരു ബട്ടൺ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ യു വിക്കുള്ള ബട്ടണും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് സാപ്പിൻ്റെ ഒരു ലോഗോ കാണാൻ സാധിക്കും. ഫ്രണ്ടിലൊരു എന്താ പറയുക ഒരു ഗ്രില്ലിൻ്റെ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ക്വാളിറ്റിയുള്ള വളരെ സിമ്പിളായിട്ടൊരു പ്രൊഡക്റ്റാണ്. പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പീക്കറാണെന്ന് തോന്നുള്ളൂ. അതായത് ഇപ്പോൾ നമ്മുടെ റൂമിലെങ്ങാനും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പീക്കർ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു മെഷ് ഫിനിഷാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഫിൽറ്റർ റീപ്ലേസ്മെൻറ്റ് എന്താണ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വയറിനും അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഒരു ഫോണിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് കൂടുതൽ അങ്ങനെയൊന്നും പറയാനില്ല. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ഈ ഒരു സംഭവം ഫിൽറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് അഴിക്കാനായിട്ട് സാധിക്കും. അതായത് ഇതിലേറ്റവും മികച്ചൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ ഊരി നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫിൽറ്ററിൻ്റെ ഇവിടെ ഇവർ കാണിക്കും എത്ര നാൾ യൂസ് ചെയ്യാന്നുള്ളത്. അത് കഴിയുമ്പോൾ നമുക്ക് ഫിൽറ്ററും നമുക്ക് ഓൺലൈനിൽ നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച് ഫിൽറ്റർ മാറ്റി യൂസ് ചെയ്യാൻ സാധിക്കും. പല എയർ പ്യൂരിഫയറിനെയും കുഴപ്പമെന്ന് വെച്ചാൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം വരും. ഇത് നമുക്ക് തന്നെ മാനുവലായിട്ട് വളരെ സിമ്പിളായിട്ട് ഊരി ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും. വളരെ സിമ്പിളാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഊരി എടുക്കാം. എന്തെങ്കിലും ഈ ഫിൽറ്ററിൽ നമുക്ക് ക്ലീൻ ചെയ്യാം. അല്ല ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പുതിയൊരു ഫിൽറ്റർ വാങ്ങി സെറ്റ് ചെയ്യാവുന്നതുമാണ്. അതുപോലെ തന്നെ യു വി റേസിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക എല്ലാവരുടെയും വീട്ടിൽ ഇന്നത്തെ കാലത്ത് ഈ ഒരു സംഭവം വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമുക്ക് എയർ പൊല്യൂഷൻ ഒരുപാട് കൂടി വരികയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കിച്ചണിൽ നമ്മൾ സ്മെല്ല് മാറ്റാനായിട്ട് കിച്ചണിൽ ആ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ 10-20,000 രൂപ മേളാവും. ഇതൊരു 5,000 രൂപയ്ക്ക് നമുക്ക് അല്ലെങ്കിൽ 5,000 താഴെ നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഓഫീസിലേക്കാണെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. അതായത് നമുക്ക് ടൗൺ ഏരിയകളിലുള്ളവർക്കൊക്കെ നല്ല എയർ പൊല്യൂഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം ഇവിടെ നമുക്ക് ഇതിൻ്റെ ഫിൽറ്റർ ചേഞ്ച് ചെയ്യണതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ നമുക്കിതിവിടെ റീഡിങ് വെച്ച് നമുക്ക് ഫിൽറ്റർ ചേഞ്ച് ചെയ്യണ സംഭവം കണ്ടുപിടിക്കാം. അപ്പം വളരെ മികച്ചൊരു ഫിനിഷാണ്. എന്തോ കണ്ട ഒരു പ്രീമിയം ലുക്കൊക്കെയാണ് തോന്നുള്ളൂ. പക്ഷേ വില വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക കിച്ചണിൽ യൂസ് ചെയ്യാനാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് 3 സ്റ്റേജുകളാണുള്ളത്. അതായത് ഇപ്പോൾ 1, 2, 3 3 ഇതാണുള്ളത്. അതുപോലെ തന്നെ യു വിയുടെ ഒരു ബട്ടണും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലാക്കാം. അപ്പം നമ്മളിവിടെ പ്രൊഡക്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൺ ചെയ്യാനുള്ള സ്വിച്ച് താഴെയാണ് വരുന്നത്. നമുക്കിനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തപ്പം ഇതിൻ്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സൗണ്ട് കുറവാണ്. ഇതിൻ്റെ ഫാൻ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും വളരെ ചെറിയൊരു സൗണ്ടിലുണ്ട്. അതുപോലെ യു വി റേസിൻ്റെ നിന്നുള്ള പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ അതിനുള്ള ബട്ടണും ഉണ്ട്. അപ്പോൾ അത് ഓഫ് ചെയ്യുകയാണ്. അതിനുശേഷം അടുത്ത ഇതിലോട്ട് പോയി നോക്കാം. 3 മോഡുകളാണ് ഉള്ളത്. ഇപ്പം 3ാമത്തെ മോഡിലിട്ടപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പം നമുക്ക് ഈ 3 മോഡുകളിലും ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു എയർ പ്യൂരിഫയർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ റൂമിലുള്ള എല്ലാ എന്താ പറയുക മോശമായ സ്മെല്ലുകളും അല്ലെങ്കിൽ നമ്മുടെ റൂമിലുള്ള എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വലിച്ചെടുക്കുന്നതിന് ഈ ഒരു എയർ പ്യൂരിഫയർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഞാൻ വാങ്ങുന്ന ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇതുപോലുള്ളൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഒരു കാലത്തിൽ അത്രയും എയർ പൊല്യൂഷനാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഉള്ളത്. അപ്പം എനിവേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായവും കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.